ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമത്തിലാണോ? ഞാനേ ഇന്നലെ അരി അരച്ച് വെച്ചപ്പേ അപ്പത്തിന് അരച്ച് വെച്ചതാട്ടോ, നമ്മുടെ കള്ളപ്പം ചുടാനായിട്ട്. അപ്പം ബീഫ് കറി ഉണ്ടായിരുന്നു. കള്ളപ്പം ചുടാനായിട്ട് കുറച്ച് മാവ് അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നാളത്തേക്ക് കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചു. അപ്പം എന്നാൽ ഇന്ന് 4 മണിക്ക് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ ഉണ്ട്, നമ്മുടെ ഏലക്ക പൊടിച്ചത്, പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, അതൊക്കെ ചേർത്ത് നമുക്കിന്ന് വട്ടയപ്പം ഉണ്ടാക്കണം. എന്താ എല്ലാവർക്കും വിശേഷം? സുഖമാണോ? അപ്പം അതവിടെ തിളയ്ക്കട്ടെ, വെള്ളം തിളയ്ക്കട്ടെ. കുറച്ച് മാവ് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു കേട്ടോ, കണ്ടോ. അപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരെണ്ണേ ഉണ്ടാക്കണുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല, മതി. കാരണം കുഞ്ഞ് പ്ലേറ്റാ, ചെറിയ പ്ലേറ്റാ അത്. ഇത് നാളെ വീണ്ടും അപ്പം ഉണ്ടാക്കും. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടോളൂ. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി. എങ്ങനെയാണെങ്കിലും മധുരം ഉണ്ടായ വട്ടയപ്പം ടേസ്റ്റാണ്. ഇളക്കി കൊടുക്കാം. നോക്കട്ടെ. വെള്ളം തിളക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. നല്ല മഴ പെയ്തു ഇല്ലേ? അപ്പം മഴയത്തുനിന്ന് വൈകുന്നേരം ചായക്ക് മധുരമുണ്ട്. കൈ കഴുകട്ടെ. വെള്ളം തിളക്കട്ടെ കേട്ടോ. സോറി, ഇതിടാൻ മറന്നുപോയി. ഏലക്കായ, ജീരകം ഇടാറില്ല കേട്ടോ. ഞാൻ ജീരകം വട്ടയപ്പത്തിനൊന്നും ജീരകം ചേർക്കാറില്ല. ചേർക്കേണ്ട സാധനത്തിനകത്ത് അരി വെട്ടിച്ചതിനകത്തൊക്കെ ചേർക്കും. അങ്ങനെ ഉണ്ടയിലിടും. പക്ഷെ വട്ടയപ്പത്തിൽ ഞാൻ ഏലക്ക പൊടിച്ചത് മാത്രമാണ് ചേർക്കും. പിന്നെ മുന്തിരിയില്ല, ഉണക്കമുന്തിരിയില്ല. അപ്പം കാഷ്യൂ. വെള്ളം തിളക്കട്ടെ. ആവി വന്നു. പ്ലേറ്റിലെ എണ്ണ തൂത്തിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം. ഇത് മാവ് അരിമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യും. ഒഴിച്ചു കൊടുക്കാം. ഒരപ്പത്തിനുള്ളത് മാവ് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. കാരണം ഒരുപാട് അങ്ങനെ വെച്ചേർന്ന് ഈ പറഞ്ഞോണം എനിക്കതിനോട് അത്ര താല്പര്യമില്ല. ഇത് പഞ്ചസാരയാന്ന് തോന്നുന്നല്ലോ. കാഷ്യൂ നമുക്കവിടെ വെച്ചു കൊടുക്കാം. താന്ന് പോയേ, പോലടാ പോലടാ, താന്ന് പോവാണ്. സാധാരണ മുന്തിരി കൂടെ വെക്കാറുണ്ട് കേട്ടോ, പക്ഷെ മുന്തിരി ഇല്ല കയ്യിൽ. അവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് വിശേഷങ്ങളെന്നൊക്കെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട്. പറഞ്ഞോ, വിശേഷങ്ങളൊക്കെ പറയൂ. മഴയുണ്ടോ? മഴ പെയ്താലും ചൂടല്ലേ, ഭയങ്കര ചൂടാ. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾ പുറത്തു പോയി. ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. ഇന്നലെ ഞങ്ങൾ നമ്മുടെ കലൂര് ജവഹർ സ്റ്റേഡിയത്തിൽ ഒരു മേള നടക്കുന്നുണ്ട്, കോട്ടൺ ഹൗസ് എന്ന് പറഞ്ഞിട്ട്, കോട്ടൺ മേള.
അപ്പോൾ ആ മേളയിൽ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോയി കുറെ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കയറാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറി. ഒരു സാധനത്തിന് പോലും വിലക്കുറവില്ല, വില ഇരട്ടിയാണ്. ആ സ്റ്റേഡിയം മേടിക്കണ കാശും കൂടെ കൂട്ടി അവർ അതിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. നമുക്ക് ആ നേരം കൊണ്ട് ആ സ്റ്റേഡിയം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാം പറ്റുമോ? പറ്റില്ല കേട്ടോ. സ്റ്റേഡിയം നമ്മുടെ സ്വന്തം അല്ലല്ലോ. അപ്പം ഞാൻ അവിടെ നിന്നല്ലേ ഇങ്ങനെ ഒരു കടായി വാങ്ങിച്ചു. ഈ കടായിക്ക് 450 രൂപ. ഇതിപ്പോൾ കൂടുതലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ മീൻ വറക്കണതിനൊക്കെ 150, പിന്നെ ഒരു അപ്പച്ചട്ടിയും ഒരു മീൻ വറക്കണതും കൂടി വാങ്ങിച്ചത് 300 രൂപ കൊടുത്താൽ. അപ്പോൾ ഇതിപ്പോൾ 450 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കത്ര, ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫൊക്കെ നമുക്ക് വരട്ടിയെടുക്കാം, ഒരു 1/2 കിലോ ചിക്കനും നമുക്ക് കറി വെച്ചെടുക്കാം. ഇത് മയക്കോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നങ്ങോട്ട് ചൂട് വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണ തൂത്ത് വെച്ചാൽ ഇതിനകത്ത് എന്ത് കറിയും വെക്കാം. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട പൊരിച്ചൊക്കെ അത് നമുക്ക് കളയാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. വേറെ ഒരു സാധനത്തിന് ഞാൻ കുറച്ച് ബൗളുകൾ, പിന്നെ ഉപ്പിട്ട് വയ്ക്കാൻ ഭരണി, അതൊക്കെ വാങ്ങാനായിട്ട് പോയേ. ഈ ഭരണി ഞാൻ വാങ്ങിച്ചത് വെറും 100 രൂപ കൊടുത്താൽ ഇത് ഉപ്പിടാൻ. ഇത് മതി എനിക്ക്. അപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാലോ എന്ന് ഓർത്തുകൊണ്ട് മേടിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വില, അന്യായ വില എന്ന് പറഞ്ഞാൽ അന്യായ വില. നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പൊക്കോ, പക്ഷെ അതിന് ചാർജുണ്ട്. വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലും പൈസയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പോയി നമ്മളെ ചതിവിൽ ചെന്ന് ചാടരുത്. ആ മറ്റേ പാത്രം മറ്റേ ടർക്കി എന്തി അമ്മ ആദ്യം തുടയ്ക്കാനെടുത്തേ? മഴ വന്നു തുടങ്ങി. പട്ടത്ത് എന്തായി നോക്കാം. കത്തിയുടെ മഴയും കൊണ്ട് തന്നെ കണ്ടോ, അത് വെന്തിട്ടുണ്ട്. നമുക്കിനിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഓഫ് ചെയ്യാം. അപ്പം ഇതാണ് അരിമാവ് ബാക്കി വന്ന, അരിയുടെ അപ്പത്തിനരച്ച മാവ് ബാക്കി വന്നാൽ പിന്നെ നമ്മൾ കളയും. 2 ദിവസം വെച്ച് ചെയ്യുമ്പോൾ പുളിയാന്നേ, അത് പുള്ളില്ല. അപ്പം ഞാൻ ഇത് ഇന്നലത്തെ കേട്ടോ, ഇന്നലെ അരച്ച് വെച്ചിരുന്ന് ഞങ്ങൾ കാലത്ത് അപ്പം ചുട്ട് അപ്പം ബീഫും ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന മാവ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ്. ഇന്നാൾ കണ്ടല്ലോ അപ്പത്തിനിട്ട വീഡിയോ, ഞാൻ അരി അരച്ച് വെക്കുന്ന വീഡിയോ കണ്ടില്ലേ? അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുറേ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ തിന്നാനിവിടെ കഴിക്കാൻ ഞങ്ങൾ 2-3 പേര് ഉള്ളത് കാരണം ഒരേ കഷ്ണം എടുത്ത് കടിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. മഴ നമ്മുടെ വട്ടയപ്പം എടുത്തു നോക്കാം. ചൂടുണ്ട് കേട്ടോ. ചൂട് ചട്ടം കൊണ്ട് കുത്തിയാൽ മതി. അപ്പൊ ഇന്ന് 4 മണിക്ക് വട്ടയപ്പാണ്. കണ്ടോ, അടിപൊളി. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.